ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർ പോയ വീഡിയോ സംഭവങ്ങളൊക്കെ കിട്ടീന്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഫിൻവേഴ്സ് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയ സംഭവങ്ങളും വ്ളോഗ്സും വരാണ്ട്. അവിടുത്തെ കുട്ടികളെല്ലാവരും വെയിറ്റിങ്ങിലാണെന്ന് എനിക്കറിയാം. വരും കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നാളെ അവധിയാണല്ലേ. അപ്പോൾ ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പൊളിറ്റീഷ്യനായിരുന്നു, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പൊളിറ്റീഷ്യനായിരുന്നു VS അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിലാണ് മരണപ്പെട്ട അഫിയ? 102. 101 അമ്മച്ചിയെ 102 കണ്ടേ. അപ്പോൾ മാറിട്ടോ മുടക്കിട്ടോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞുതരാം, അത് ഗൂഗിളല്ലേ. 102ാമത്തെ കാലം. അപ്പോൾ 101 വയസ്സിൽ മരണപ്പെട്ടിരിക്കുകയാണ് VS അച്യുതാനന്ദൻ. അപ്പോൾ അതിൻ്റെ ഇതിൽ പൊതു അവധി ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇന്ന് 9 മണിക്കൊരു പ്രോഗ്രാം നൈറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ നാളെ ഒരു പ്രോഗ്രാം ഉണ്ടായി. 2 ദിവസം അപ്പുറത്തേക്ക് മാറ്റി വെച്ച് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കൽ എനിക്ക് മസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം അവിടെ ഒരു ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് മരിക്കുമ്പോൾ ഇതിന് എന്തുണ്ടാവും, ഇനിയിപ്പോൾ നമുക്ക് ദുഃഖാചരണങ്ങളും പരിപാടികളൊക്കെ നടന്ന് കൊണ്ടുപോകാനുണ്ടാവും. എന്തായാലും ഇവന് നാളെ സ്കൂൾ ലീവല്ലേ, ലീവാണ്. അപ്പം ഇങ്ങനെ നമുക്കിന്ന് വലിയ ജമാഅത്ത് കഴിഞ്ഞിട്ടാ. ആ തല തൊട്ട് ഈ തല വരെ ആൾക്കാരുണ്ട്. ഇവിടെ നിങ്ങട്ടാരും നിന്നിട്ടില്ല എന്നുള്ളൂ. അപ്പം നമ്മളെ നിന്നിക്കണേ അവസാനം ഓടിച്ചാടി കയറി ഒരാക്കകത്ത് അങ്ങോട്ടാക്കിയാണ്ട് വന്നാരറിയോ, റിച്ചു ഉണ്ടോ. നമ്മളിപ്പോൾ ഏതാണ് നിസ്കരിച്ചേ? എന്താണ് മരിവ്? ഓക്കെ. അപ്പം ഇന്ന് ഒരു പ്രൊഡക്റ്റ് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. നെട്ടി വരുന്നുണ്ട് ഇപ്പോൾ. ഞാൻ പറയണോ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഉണ്ടായത്? നിസ്കാരത്തിന് ശേഷം ഉണ്ടായത് പറയണോ? അപ്പൊ അജോദിനെ നമ്മള് കൂടുതൽ അർത്ഥം മാറ്റി മതിയോ? അപ്പം നമ്മളൊരാൾ അങ്ങനെ എന്ത് ചെയ്യില്ല, ഹേർട്ട് ചെയ്യലില്ല. നമ്മളെന്ത് ചെയ്യണില്ല, ഒരാളെ പ്രത്യേകിച്ച് ഹേർട്ട് ചെയ്യാൻ പോണില്ല. അപ്പൊ നമ്മളെ കൂടെ ഒന്ന് റിച്ച് ഉണ്ട്. ഇന്നിവിടെ വേറൊരു കാറും കൂടി വന്നില്ലേ? ഏതേനി? GTR അല്ല, മസ്താങ് കുച്ചിപ്പൊടി. ആരെവിടെ ചാവിട്ട വാതിൽമേ? ആദ്യം വലിച്ചുരിക്കൂടെ, എന്നെ മൂന്നില് ബാക്കിൽ തടച്ചു കയറൂലേ ഇനി. അപ്പം ഇന്നിവിടെ കാർ ഏതാ പറയാൻ കഴിഞ്ഞിട്ട് ഒരു ഡിസ്കായി കയറി പോയി കണ്ടേ. കാർ ഏതാ പറയും? മസ്താങ്. മുസ്താഖ് ഏതാണ്? അരമണിന്റെ കുപ്പായ അരമണി. ഇതേതാ ബ്രാൻഡ്? അരിമണി. എംബോറിയോ അരിമണിയാണ് നമ്മളെ റിച്ചോ. കോണ്ടറിൽ തുടങ്ങിയിട്ടമ്മച്ചി ഓരോ കപ്പും ഗ്ലാസും സോസറും. കർമ്മസേന വേസ്റ്റ് കൊണ്ടേനി. നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ആൾക്കാരെ അയക്കുമ്പോ ഇതിന്റെ നമ്പർ എന്നിട്ട് ഇങ്ങനെ ഇതിലെവിടെയും ഇങ്ങനെ കൊണ്ടുവരുമ്പോ കാണും. ആരെങ്കിലും വിളിച്ചു എന്നെ കുറ്റം പറയരുത്. ഇതോലെ അഡ്രസ്സാണ്. അല്ല ഇതാരെ തന്നെ അതല്ല, ഇത് പറയാൻ വേണ്ടി ഞാൻ ഇത് കപ്പിലിട്ടേച്ചി. ആഴ്ച മാത്ത ഇതൊക്കെ ഒഴിവാക്കി. ഇത് ഞങ്ങളൊന്നും ആഴ്ച മാത്തൊക്കെ തിരിഞ്ഞിട്ടില്ല. ഇതിങ്ങനെ ബസ്സിയല്ലേ ഇത് തത്തതിയിലൊക്കെ ചാടിച്ചെടുത്ത് പാത്തക്കണതൊക്കെ. നമുക്ക് ഇത് എവിടുന്ന കിട്ടിയ അറിയോ? പഞ്ചായത്തുകാർ കൊണ്ടുപോകാനുള്ള ഇൻഫർമേഷൻ അബൌട്ട് ദിസ്. കഥ ഉണ്ട് കേട്ടോ. അപ്പൊ കുട്ടി ബുദ്ധിയുള്ള കുട്ടിയാ. രാജവോ കുട്ടിക്ക് മലയാളം അറിയാം. ഡിയർ ഉമ്മച്ചി ആൻഡ് ഉപ്പച്ചി, വിഷിംഗ് യു ബോത്ത് ജോയ് ആൻഡ് ഗുഡ് ഹെൽത്ത് ആൻഡ് എൻലെസ് മൊമെന്റ്സ് ഓഫ് ലവ് ആൻഡ് ലാഫ്റ്റർ. ഇറ്റ്സ് ക്ലിയർ where your son got his warmth and spirit from your presence is truly inspiring. This small gift
comes with big appreciation and heartfelt wishes for your continued happiness and blessings as a family. In your family, most blessed and very beautiful son is Hanan. Please take good care of him. Where is that in this? After Are you joking? 2 kids born after Hanan is born with തവിട് കൊടുത്ത് born and brought up with തവിട് കൊടുത്ത് വാങ്ങിയത്. No, this is that is not in this. What is? Yeah, that's what I made. അപ്പം ഡിസൈൻ ഗ്രാഫ് അതല്ല ധോനോട് പിടിച്ചു പറഞ്ഞോ ഇമ്മച്ചിക്കുണ്ടല്ലോ ഇമ്മച്ചി ഇങ്ങനെ ഒരു ദിവസം വാച്ച് ഇജ്ജ് ഇത് ചെയ്യും പറഞ്ഞേ. പറയട്ടെ ഇത് തന്നെയാണ് പറയുന്നത്. മച്ചി ഇങ്ങനെ watch ചെയ്യും. വാച്ച് ചെയ്യും ഒരു എപ്പോൾ വ്ളോഗ് തുടങ്ങും കുറച്ച് പ്രൊഡക്ട്സ് കുത്തി കയറ്റിയല്ലോ അതുവരെ പറയൂല കേട്ടോ. അതുവരെ അത് വന്നതോ വന്നതോ? അല്ലെങ്കിൽ ഒരു സാധനം കാണിക്കാനോ ഇത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കിത് ഇതിങ്ങനെ ആ അഡ്രസ് ഒക്കെ കൊടുക്കണ എനിക്കറിയില്ല ഇങ്ങനെ വരിക. ഇങ്ങനെയല്ലേ വരും ഇങ്ങനെ അച്ചാറിന്റെ ഒക്കെ പെട്ടി വന്നത് ഇങ്ങനെ വന്നത് വ്ളോഗിന്റെ അപ്പുറത്തൊന്നും ഇങ്ങനെ ഉമ്മച്ചി എന്താ കാട്ടറിയോ ഒരു പെട്ടി വന്നാല് ഒന്ന് പറഞ്ഞാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പ്രൊമോഷൻ ചെയ്ത് കൊടുക്കുക അല്ല കാണിച്ചു എന്താ എന്താണ് എടുക്കാനുള്ളത് ജ്യൂസ് കൊണ്ടുവരി അപ്പൊ ഇന്നലെ ആരോ ജ്യൂസ് കൊടുത്തിക്കണം മെസ്സിക്ക് അത് കുറേ ജ്യൂസ് ഇല്ലേ അപ്പം നമ്മളെ കൂടെ റിച്ചു സാർ അവർകളുണ്ട് അപ്പോ ഒരു എൻ്റെ മനസ്സ് ഞാനല്ലോ ചില ആൾക്കാരോട് പോയിട്ടേ ഒരു പാട്ട് പാടി പറയുമ്പോൾ ഇങ്ങനെ നിന്നാണ്ട് ഇങ്ങനെ തുള്ളു അയ്യോ ഇനിയിപ്പോൾ പാരനോ അയ്യോ ഏത് പാട്ട് പാടും പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് പാടാൻ കഴിയില്ലെന്നൊക്കെ തൻ്റെ ഇങ്ങനെ ഡിമാൻഡ് ഇതിൻ്റെ ടീമുണ്ട് ആ റിച്ചു ഇതാണ് റിച്ചു പറഞ്ഞ പ്ലേ പാടട്ടെ ബ്രോ എപ്പോ പറഞ്ഞു പാട്ട് തുടങ്ങണേ ബ്രോ സ്ട്രൈറ്റ് മനുഷ്യനാട്ടോ ജി പാട് ഞാൻ കണ്ടല്ലോ വെച്ചാൽ ഏറ്റവും സ്ട്രൈറ്റ് മനുഷ്യൻ ഈ ജ്യൂസ് ഹനാന് ഒന്ന് എടുക്കാം ഒന്ന് കണ്ടിട്ട് എടുക്കാം ഇതിന്റെ വീഡിയോ എടുത്തിട്ടില്ല അതാണ് ഇത് ആരാഴ്ച ഇത് നമുക്ക് ആരോ ഇതാ ഒരു ജ്യൂസിന്റെ കമ്പനി അയച്ചാട്ടോ ഹൈവോ ജ്യൂസ് ഹണി ഗ്രേപ്പ് ജ്യൂസ് നമുക്ക് ഒരു ടീം അയച്ചു കേട്ടോ ഹൈവോ ജ്യൂസ് അയച്ചിരിക്കുന്നത് കുറെ ജ്യൂസ് ഉണ്ട് പൈനാപ്പിള് ഞാനല്ല വാവേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ ആരാ കുടിച്ചു തീർത്തത് എനിക്കറിയോ ഇപ്പൊ കുപ്പി നടന്ന് തപ്പിയൊക്കെ ആരോ റൂമിൽ തോനെ കിട്ടുക എനിക്ക് അപ്പളാ കാണുന്നത് എനിക്കൊക്കെ നല്ലോ പറ്റും ഞാൻ കുടിച്ചിട്ടില്ലേ നോക്കട്ടെ ഇജ്ജ് ഇപ്പൊ ഉമ്മച്ചി ഇവിടെ വന്ന് ഇത് പറഞ്ഞ ഗ്യാപ്പിൽ ഇത്രയും ജ്യൂസ് കുടിച്ചോ മധുരം ഉണ്ടതില് ഒരു സന്തോഷ വാർത്ത അറിയിച്ചാളെന്താ പിന്നെ ഇത്ര മധുരം ഉപ്പ് ഞാൻ സ്വന്തമായിട്ട് റൂമൊക്കെ ഒരു ഫ്രിഡ്ജ് അത് വാങ്ങിക്കോളേ കുറച്ച് വലിപ്പത്തിലുണ്ട് നല്ല കാര്യം അപ്പൊ അത് അവിടെ വന്ന് എടുക്കാലോ എംബോറിയോ അരിമണി മോനെ മെല്ലെ വിളിച്ചപ്പോഴേ ശിവേട്ട അവിടെ ചന്ദ്രൻ ഉണ്ടോ അവിടെ ബ്ലോഗിൽ കാണുന്നേനെ മെല്ലെ സൂമേ ശിവേട്ട അവിടെ ചന്ദ്രൻ ഉണ്ടോ ശിവേട്ട എന്നാ തിരിച്ചു വരാ ശിവേട്ട അവിടെ നിന്ന് മാറിക്കോ എനിക്ക് കുറച്ച് പ്രൈവസി വേണം ശിവേട്ട ആ അനൻഷൻ്റെ അവിടെ നിന്ന് ഒന്ന് മാറിക്കോ കൊണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് മാറിക്കോ അപ്പം ഇന്ന് നമുക്ക് കുറച്ച് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിപ്പം ഇത് ആഴ്ചമാതാക്കുള്ളതാണ് വള ഇങ്ങനത്തെ വള ഇതേ മാലില്ല ചോദനടുത്ത് ഇതേപോലെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനത്തെ ഇടരുത് ഇതിന് അഡ്രസ് ഒന്നുമില്ല ഇത് അഡ്രസ്സും പേജൊന്നുമല്ല ഫ്രം ഷെൻസ ആൻഡ് ഫാമിലി ടു ആഴ്ചമാതാ അപ്പം ഇത് ഇന്നലെ എനിക്ക് പരിപാടിന്റെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ അപ്പം ഇത് ഇന്നലെ പരിപാടിന്റെ ഇടയിൽ തന്നാണ് കേട്ടോ അപ്പം ഷെൻസ ആൻഡ് ഫാമിലി ആശുമാതാക്ക് കൊടുക്കണം നമ്മൾ കാണിച്ചു തരും കേട്ടോ അപ്പം നമുക്ക് കഴിഞ്ഞ ഒരു ദിവസം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടീനി അത് നോക്കട്ടെ
ഈ ഉപ്പച്ചിന്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പച്ചിയും ബെഞ്ചിയും അഞ്ചു എടുത്തുക്കോ. ഇപ്പച്ചിയും ബെഞ്ചി വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കണം. ഈ ലീച്ചും എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരിക്കും സൗണ്ട് ആഡ് ചെയ്തിട്ടോ. ഞാൻ ഇപ്പച്ചിനെ ഇരുത്തി പറയിപ്പിച്ചത് കുറേ ഞാൻ ഈ ഓഡിയോ സേവ് വെച്ചു, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. അഞ്ചു ശരിക്കും അഞ്ചു എടുത്തോട്ടോ. വെട്ടിയോടത്തൊന്നല്ല മുറിഞ്ഞത്, തെങ്ങ് പോയങ്ങിയിട്ടാണ് പോന്നു. ആ നേരത്താണ് മദർസ പൊട്ടിക്കാണ്ട് കുട്ടികളെ ആ കുണ്ടനാടായി കൂടി ഇങ്ങനെ വരുന്നുണ്ട്. തെങ്ങാണെങ്കിൽ കുട്ടികളെ നേരി സുബ്ഹാനല്ലാഹെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരൊറ്റ മണ്ടല ആ കുട്ടികളെ നേരെ വെട്ടി വരുന്ന ആ തെങ്ങിന് ഞാൻ ഈ തോളാണ് വെച്ചു കൊടുത്തു. ഈ തോളത്ത് വന്നിട്ട് 4 അലക്കല തെങ്ങ്. ഇവിടെ അമർന്ന കടന്നതിന് ശേഷം ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങള് അടി കൂടി പേക്കോളിയാറ്. തെങ്ങ് പോയങ്ങിയിട്ടാണ് പോകുന്നത്. ഇതേ ഇപ്പച്ചിക്ക് ഈ പാവപ്പെട്ട ടെക്നോളജിന്റെ ഇതൊന്നും വലിയ അറിവില്ലല്ലോ. ഇപ്പച്ചി ഇതെടുത്തപ്പോഴേ ഇതല്ലല്ലോ ഞാൻ പറഞ്ഞു. ഇപ്പച്ചി ആ മൂഡിലാണ്ട് ഇതിന് കോപ്പി റൈറ്റ് കിട്ടുന്നു. ഇതിന്റെ അപ്രൂവൽ ഇടാൻ പറ്റൂല. ആദ്യം ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് അപ്രൂവൽ വാങ്ങണം, എന്നിട്ട് ഇടണം. അപ്പം ഇന്ന് നമുക്കൊന്ന് സമ്മാനങ്ങളെ കാണിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും ലൂയി വിറ്റോന്റെ നമ്മളൊരു സ്പ്രേ കണ്ടതാണ് കുറച്ച് മുന്നേ. അപ്പം സാമ്പിൾ സ്പ്രേ കിട്ടിയിരുന്നു. അപ്പൊ നമുക്ക് ഒരു ലൂയി വിറ്റോന്റെ ഒരു സ്പ്രേ മുമ്പ് സമ്മാനം കിട്ടിയിരുന്നു. അത് ഏകദേശം ഓരോരുത്തർ കമന്റ് ചെയ്തു 30,000-നും 50,000-നും ഇടയിൽ വില ഉള്ള ഒരു സ്പ്രേ ആണ്. അതൊരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നേനു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പേര് പറയരുത് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരാൾ ഗിഫ്റ്റ് തന്നാണ്. വീണ്ടും ലൂയി വിറ്റോന്റെ ഒരു ഗിഫ്റ്റ് തന്നിട്ടാ. മൈസൺ ഫോണ്ടി 1854 പാരീസ്. അങ്ങനെ പറഞ്ഞെന്താ? അങ്ങനെ പറഞ്ഞാല് എന്താണ്, പാരീസിലാണ്. എൻ്റെ മകന് പാരീസിലാണ്. എൻ്റെ മകൻ പാരീസിൽ നിന്ന് ഇത് അയച്ചത് ആണെന്നാണ് എന്ത് ചെയ്തത്. മൈസൺ ഫോണ്ടി എൻ്റെ മകൻ ഫോണ്ടി 1854 മുതൽ ജെത്താ അങ്ങോട്ട് നോക്കണേ. 1854 പാരീസിലാണ്. ഇതെന്താണ് അയച്ചത്? എൻ്റെ പേരാണ് ഫാരിസ്. എന്താണ് ഫാരിസ്? സ്കൂളാ ഞാൻ അങ്ങോട്ട് വാ. സമ്മാനം അൺബോക്സ് ചെയ്യട്ടോ. അഫിയ മറ്റെവിടെ? അപ്പം ഇതും ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ കവറിലേനി ആയാൽ മതിയോ? അത്ത അങ്ങനെ ഒരു ടല്ലിങ്. ഇതാണ് ലൂയി വിറ്റോന്റെ പേഴ്സ്. ഇതിന് മാത്രം 27 റുപ്യാണ്. അതിൻ്റെ ഉള്ളിൽ പൈസ ഇടും. അതിൻ്റെ ഉള്ളിൽ പൈസ ഇട്ടിട്ട് ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് പൈസ അങ്ങോട്ട് ചകച്ച് വെക്കാം. പൈസ ചകഞ്ഞ എന്താ എന്നാ വേണ്ട അല്ലേ? ലൂയി വിറ്റോന്റെ ഇജ്ജ് എടുത്തോ. കാരണം ഇവിടെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും. അങ്ങനെ ഇതാണ് ലൂയി വിറ്റോന്റെ പേഴ്സ്. ഇതിന് മാത്രം, ഈ പേഴ്സിന് മാത്രം എത്ര ഉണ്ടോ? 25,000 റുപ്യ ഉണ്ട്. ലൂയി വിറ്റോന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് ഇത് ലൂയി വിറ്റോൻ എന്ന നാട്ടിലത്തെ ഇന്ത്യൻ റുപ്പീസ് വെക്കണ പേഴ്സ് അല്ലത്. ഡോളേഴ്സ് 1000 2000 അമേരിക്കൻ എക്സ്പ്രസിന്റെ കാർഡും ഈ 2000 $5,000 നോട്ട് ഉണ്ട്. $35,000 നോട്ട് കണ്ടോ? ഇല്ല, ജനിച്ചിട്ട് കണ്ടില്ല. അത് അപ്പൊ പ്രൊഡക്ഷൻ കഴിഞ്ഞു. അതിന്റെ ഇവിടെ നോട്ട് മാറ്റിയില്ലേ സർക്കാർ, അപ്പൊ മാറിയതാണിത്. മോദി നിരോധിച്ചില്ല. അന്നെന്ത് അവിടുത്തെ ഡോളറൊക്കെ മാറി. ഇവിടെ നിരോധിച്ചപ്പോൾ അവിടെ മാറ്റിയോല്. നമ്മൾ മാറ്റണല്ലേ എഴുതിയിട്ട്, മനസ്സിലായോ? അപ്പൊ അന്ന് മുതൽ ലൂയി വിറ്റന്റെ $5,000 എത്ര റുപ്യ? 50,000. അപ്പൊ ഒറ്റയടിക്ക് 50,000 റുപ്യ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റിയ പേഴ്സാണ് ഈ പേഴ്സ്. ഇത് സ്കൂളിൽ കൊണ്ടുപോയിട്ട് നാളെ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുത്തോണ്ടി. 25,000-ന്റെ. പക്ഷെ ഇതെങ്ങനെ പൈസ വെക്കുക? അതല്ലേ പൈസ വെക്കണേലല്ല കാര്യം, അത് കയ്യിൽ ഉണ്ടാകണ കാര്യം. എന്താ കൊടുക്കുക അവന്? ഈ സാധനത്ത് എന്താ ഇവിടെ എല്ലാ ഫ്രെയിമിലും തോക്ക്? ഈ തോക്ക് ഞാൻ വളർത്തിയ എന്താ പറഞ്ഞേ? ഞാൻ വളർത്തിയത് 3 ആൺകുട്ടികളെയാണ്. അതുകൊണ്ടാണ് എല്ലാ സൈഡിലും തോക്ക് വെച്ചിരിക്കണത്. എന്താ അത് പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു. അപ്പം ഇനി
ഇതിന്റെ സമ്മാനം കിട്ടിയതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് റിച്ചു സാറിന്റെ ഒരു പാട്ട് അല്ലേ? ആ പിന്നെ ഓന് സ്വന്തം എഴുതി സ്വന്തം കമ്പോസ് ചെയ്ത ഒരു ഗാനുണ്ട്. അത് വ്ളോഗിൽ ഒരു കേൾക്കാൻ പറ്റിയിട്ടില്ല. ഇങ്ങോട്ട് വരൂ. ഞാൻ നാളിക്കട്ടെ ഏതായിരുന്നു ഓർമ്മിച്ചിക്കണേ? അന്നത്തെ വരിയൊന്നും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് മാറ്റം ഉണ്ടാവും. കാരണം സന്ദർഭത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ലിറിക്സ് ആണിത്. ഈ പാട്ട് വരുമ്പോ ഒരു പുസ്തകത്തിന്റെ വരികളൊന്നും എഴുതി വെക്കൂടി. ഒരു പുസ്തകത്തിന് എന്താ പറയുക തെറ്റാതെ പാടാം. അതെന്താ വെച്ചാൽ എനിക്ക് വീണ്ടും പാടുമ്പോ സെയിം പാട്ട് തന്നെ പാടാലോ. മറ്റേ ആദ്യം പാടിത്തരുന്ന പാട്ടല്ല രണ്ടാമത് കേൾക്കുമ്പോൾ വേറെ പാട്ടാവുന്നു, വരികൾ മാറ്റം വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ വരികൾ മൂർച്ചയേറിയ വരികൾ നമുക്ക് എന്താണ് അവിടെ നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഒരു അതാണ് പെട്ടെന്ന് ആൾക്കാർ ആ പാട്ട് കാരണം പഠിച്ചുമ്പോത്തിന് അടുത്ത വ്ളോഗിൽ വേറെ പാട്ടാവുന്നത്. യൂട്യൂബ് തന്നെ കൺഫ്യൂഷനിലായി, ഏതിനാ കോപ്പറേറ്റ് കൊടുക്കേണ്ടത് അറിയില്ല. ആദ്യം സ്വയം കമ്പോസ് ഹെൽമെറ്റ്. ഓർമ്മ ഉണ്ടോ? അതൊന്ന് പാടുന്നാല്. അത് പിന്നെ പാടാം. അത് പാടിയാല് ഒരു പ്രാവ് പറന്ന് വരില്ലോ. എന്ത് പാടിയാലൊരു സമ്മാനം ഉണ്ട്. ഏത്? അപ്പൊ ഹെൽമെറ്റ്. അപ്പൊ റിച്ചു സ്വന്തമായി രചിച്ച് സ്വന്തമായി അവതരിപ്പിക്കുന്ന ഒരു ഗാനം ഹെൽമെറ്റ്. ഹെൽമെറ്റ് 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 വന്നതാ കൈവിട്ട് കൈത്തത് വന്നതാ ഹെൽമെറ്റിൻ്റെ ഇല്ലെങ്കിൽ പോലീസിന് ഗള് പെറ്റി അടിച്ചിട്ട് പോലീസുകൾ സുഖമാണ്. 500, 1000, 2000, 3000 ഒക്കെ പെറ്റികൾ കൊടുത്തിട്ട് നല്ല സുഖമാണല്ലോ. ഏക്കറമെറിൻ്റെ മുന്നിൽ ഈകള് പോയിട്ട് ഈകള് കാര്യമില്ല. പോലീസിന്റെ കയ്യിൽ ഫോട്ടോ കിട്ടിയിട്ട് അത് പേര് അയച്ചെടുക്കും. പേരക്ക് അയച്ചു കൊടുത്താലോ ഇമ്മയുടെ കയ്യിൽ നിന്ന് ചൂലുകൊണ്ട് ഏറിട്ടും. ഏറി കിട്ടിയാലോ അതാണെങ്കിൽ പുറം മുയിനുകൾ ഹോസ്പിറ്റലിലേക്ക് പോകും. എന്താണ് ഇവിടെ സംഭവിച്ചത്? പാറ്റന്റ് എടുത്തോണ്ടി. എന്തിന്? ഇതിന് പാറ്റന്റ് എടുക്കണം ലിറിക്സിന്, അല്ലെങ്കിൽ ഇത് വേറെ ആൾക്കാർ യൂസ് ചെയ്യും. അപ്പൊ ഈ ലിറിക്സ് എന്ത് ചെയ്യണം? ഇത് ഇതേപോലെ തന്നെ ഒന്നുകൂടി പാടാൻ കഴിയോ? ഇപ്പൊ സെയിം പാട്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ സെയിം ഗാനം ഒരു റൗണ്ട് ഇപ്പൊ അപ്പച്ചി പോലെ ഡോക്ടർ അടുത്ത് പോലെ ഇപ്പച്ചിക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു സെയിം പാട്ടിന് ഒരു റൗണ്ട് കൂടെ വരി അത് തന്നെയാണോ ഓഡിയൻസ് ഒന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ മാറ്റം വരും. എന്നാലും ഒരു റൗണ്ട് പാടിക്കോ. ഹെൽമെറ്റ് 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 വന്നതാ കൈവിട്ട് കൈത്തത് വന്നതാ ഹെൽമെറ്റിൻ്റെ ഉപകാരം ഹെൽമെറ്റിൻ്റെ ഉപകാരമില്ലെങ്കിൽ വന്നതാ ഹെൽമെറ്റിന് പോലീസുകാർക്ക് 500, 1000, 2000, 3000 രൂപയും ഫൈനടിക്കും. ഹെൽമെറ്റ് ഇല്ലാതെ ക്യാമറൻ്റെ മുന്നിൽ പോയിട്ട് പെറ്റികൾ അടിച്ചിട്ട് പെരീക്ക് വന്നിട്ട് ചൂല് പെരീക്ക് ഇമ്മച്ചി കണ്ടിട്ട് ചൂല് എടുത്തടിച്ചിട്ട് പുറം പൊളിഞ്ഞിട്ട് എന്താണ് ഹോസ്പിറ്റലിലേക്ക് ചെയ്യാൻ പോകും. അടിച്ചാ പറഞ്ഞാ പൊളിച്ചു. അതല്ലേ രസേ. ഓന്റെ വാപ്പാനെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാൽ ഓന്റെ വാപ്പാന്റെ അടുത്ത് പൈസ അല്ല ടീച്ചർ. ഞാനാ പൈസ കൊടുത്തു. നിന്നെ പിടിച്ചാൽ നിന്റെ അടുത്തും പൈസ അല്ല. അന്ന് റൈമാക്കിയ പൈസ കൊടുത്ത്. അതായത് ഇമ്മച്ചിയും റിച്ചുവിന്റെ പിന്നെ തമ്മിലെ കണക്ഷൻ എന്താ വെച്ചാൽ ഇമ്മച്ചിന്റെ ദിവസം പോലീസ് കജ്ജാട്ടിയാണ്ട് ഹെൽമെറ്റില്ലാതെ ഈ മില്ലിന്റെ അവിടുന്ന് പിടിച്ചു. ഇമ്മച്ചി പൊടിപ്പിച്ച അരി പൊടിപ്പിച്ച വാങ്ങാൻ ഇങ്ങനെ ഇവിടെ 100 മീറ്റർ അപ്പുറം തന്നെ. അപ്പൊ ഇങ്ങനെ നേരെ സ്റ്റാർട്ടാക്കി പോയി. അത് പോലീസ് കജ്ജാട്ടി നിർത്തിച്ചപ്പോ റൈമാക്ക പൈസ കൊടുത്തു. പിന്നെ ദിവസം ഇമ്മച്ചി ഇങ്ങനെ നമ്മുടെ റൈമാക്കി എന്തിനോ ആവശ്യത്തിന് പോയപ്പോ റൈമാക്കി പോയി. അല്ലെങ്കിൽ റൈമാക്കാന്റെ പൈസ എന്ത് ചെയ്തു ഇമ്മച്ചിയും കൊടുത്തു. അന്ന് ഒരു പോലീസ് ഒരു തൊട്ടുള്ള ബന്ധമല്ല. ഇവന്റെ റഹീമൊക്കെ കൂറ്റമ്പാറ അപൂർവം ചില ആളുകളിലുള്ള നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആ ഗണത്തിൽപ്പെട്ട ഒരാളാണ്. മനസ്സിലായില്ലേ? അതായത് ചെറുപ്പത്തിൽ നമ്മളെ തറവാട് മുതൽക്കേ ഇവന്റെ ഒക്കെ പ്രായം കളിക്കൂട്ടുകാരായിരിക്കെ ഇന്നിപ്പോ എന്റെ സ്കൂൾ വന്നിരുന്നു. കുറച്ച് മരങ്ങളവിടെ
ഒഴിവാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ, വണ്ടിയൊക്കെ എടുത്തത് അവിടെ വന്ന്. അപ്പോൾ സന്തോഷമായി. പിന്നെ അതാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധമുണ്ട്. ഈ ഒരു ഹെൽമെറ്റ് ബന്ധമല്ല. റഹീം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മളെ മുതലേ എൻ്റെ ഉമ്മാക്കറിയാം, റഹീമിന് കൂടുതൽ അറിയാം. എൻ്റെ അനിയന്മാർക്കും അത്ര അങ്ങോട്ട് പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ റഹീമിന് എന്തായാലും അറിയാം. അങ്ങനെയാണ് നമ്മളുള്ള ബന്ധം. ആ ബന്ധമാണ് ഇപ്പോഴും നമ്മുടെ അയൽവാസി വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. നല്ല അയൽവാസികൾ തന്നെ. റിച്ചുവിന്റെ വീട് ഇപ്പൊ അവിടുന്ന് മാറി ഇങ്ങോട്ടായി. ഇവിടുന്ന് ഇപ്പൊ മാറ്റിയിട്ട് നമ്മളെ വീടിന്റെ തൊട്ടടുത്തേക്കാണ് റിച്ചുവിന്റെ വീട് വരുന്നത് കേട്ടോ. റിച്ചു, ഇത്രയും കാലത്തെ ബന്ധത്തിനോട് എന്ത് തോന്നുന്നു? നല്ല ബന്ധാ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കിട്ടിയ ബന്ധാ. കാരണം ഒരാളെടുത്ത് പറഞ്ഞ അടി കിട്ടും. അപ്പൊ ഇന്നെ പറയാൻ പോയി എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാരും ഇവിടുത്തെ ഒരേ മണിക്ക് അല്ലെങ്കിൽ അവനെ അയലോകത്ത് നാട്ടും അടക്ക് എല്ലാരും ഒരേ മണിക്ക് ഇഷ്ടം. എല്ലാരും കുറച്ച് കൂടുതൽ ഒരു തിരിയാനിക്കാം അല്ലേ? എടാ ഞാനാണ് എല്ലാം എനിക്ക് കൊടുന്നരലും. അന്ന് ദുബായിൽ നിന്ന് സാധനം കൊണ്ടല്ലേ, കളിച്ചാൻ കൊണ്ടുപോകല്, മറ്റേ GTR കയറ്റിയതൊക്കെ ഞാനാണ്. എന്നിട്ട് എല്ലാരും എനിക്ക് ഒരേ മതിയില്ലേ? മുട്ടായി ഒക്കെ പോയി അവന്റെ പെരീക്ക് എത്തിച്ചാലോ. ആരാ ആരാ മുട്ടായി പെരി കഴിച്ചാ? സലീം കുമാർ വന്നു ഭയങ്കര പടം. ഞങ്ങൾ ജിമ്മിലേക്ക് പുറപ്പെടാണ്. അപ്പം നമുക്ക് ഈ ലൂയി വിറ്റോന്റെ ഗിഫ്റ്റ് അത് കാണിച്ചു കൊടുത്തില്ല. വർത്താനൊക്കെ പറഞ്ഞ് ചരിത്രവും ബന്ധങ്ങളൊക്കെ പറഞ്ഞു. ഇത് നമുക്ക് ഒരാൾ തന്ന സ്പ്രേ ആട്ടോ. സ്കൂളിലേക്ക് വന്ന ആ കവറില്ലേ, അത് നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് പേനടക്കം. അത് ബോട്ടണി നമ്മളെ സ്കൂളിൽ ട്രെയിനിങ് ആയിട്ട് വന്ന ജാമ്യ നദിവേന്ന് വന്ന ജഫ്ന എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് നിങ്ങൾ കൊണ്ടുവന്ന ഒരു 4 പർപ്പസുള്ള പേന ഉണ്ടല്ലോ, ആ പേന കൊടുക്കാൻ വേണ്ടി അതിലിട്ട് വെച്ചിരുന്നു. ഇപ്പൊ ആ കവറും കാണാല്ല, പേനയും കാണാല്ല. അങ്ങനെ സ്റ്റേജിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സ്കാർഫ് വെച്ചു, ഇതും വെച്ചിരുന്നു. ആ കുട്ടിക്ക് കൊടുക്കാൻ നേരത്തെ കാണാല്ല. ഇനി അതിനെന്താ ചെയ്യാ, നമ്മള് അസംബ്ലിയിൽ ഒരു പ്രോഗ്രാമിന് കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ ഇതെന്താ, ഇത് കഴിഞ്ഞ ആഴ്ച എനിക്കൊരു 10,000 സ്പ്രേ ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടില്ലേ? ആ ബോക്സ് ആണോ? അല്ലല്ല, ഇത് ഈ ലൂയി വിറ്റോന്റെ ഇങ്ങനെ തന്നെ. അപ്പം അതിന്റെ തന്നെ വേറെ ലൂയി വിറ്റോന്റെ തന്നെ വേറെ ഒരാള് ഗിഫ്റ്റ് തന്നു. അല്ല, ഇതൊരു ഊത് ടൈപ്പ്, മറ്റേതൊരു പാർട്ടി ടൈപ്പ്. അതെങ്ങനെ ഡീലാണോ? ഇത് മാഗ്നറ്റ് ആണ്. ഉണ്ടോ? അതെങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം? മാഗ്നറ്റ് ആണ്. അപ്ലൈ ചെയ്യാൻ സ്പ്രേ ചെയ്യലാണോ? സാധാ സ്പ്രേ സാധനം. മണത്തോക്കി എവിടെ അടിച്ചു? ഇവിടെ 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 ഇവിടെ. ഓക്കെ ഓക്കെ. ഇത് കിട്ടില്ല സ്മെല്ല. കുത്തലുമില്ല. ആ കുപ്പിന്റെ ചുറ്റുഭാഗം ഒന്ന് തുടച്ചു കൊടുത്തളാനോ, ആ സ്പ്രേ വന്ന ഭാഗ്യം. പണ്ടൊക്കെ ഞങ്ങൾ എങ്ങനെയാ കാട്ടീനി അറിയോ? ഇതിന്റെ ഭാഗല്ലേ, അതുകൊണ്ട് ഇങ്ങനെ തുടക്കും. ശരിയായി. കയ്യാതെ കാണാം. എന്താ ഹൈറായ മണാണ് ഇത്. ഓക്കെ, അപ്പം ഗൈസ് നമുക്ക് ഇന്ന് വേറൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റ് അൺബോക്സിംഗ് കൂടി ഉണ്ട്. അഫി കാണിച്ചു കൊടുക്ക്, കാണിച്ചു തരട്ടപ്പാ. ഇന്ന് എത്ര പ്രോട്ടീൻ എടുത്തു പച്ചി? മൂട് പച്ചിന്റെ മേത്തേക്ക് വെച്ചിട്ട് മാറിക്കൗന്ന ഇതതിനിട്ടടാ. അതൊക്കെ അതെ, ഏതോ സീന്, ഏത് പടത്തിലെ സീനാവുള്ള എല്ലാവരും കമന്റ് ചെയ്യട്ടോ. ഒന്നുകൂടി കാട്ടി അഫിയെ. എനിക്ക് മനസ്സിലായോ? സിനിമ മനസ്സിലായില്ല? അത് വരാൻ പറ്റും. അപ്പം ഇന്നൊരു പ്രൊഡക്റ്റ്, ഒരു കൂളിംഗ് ഗ്ലാസ് നമുക്ക് സമ്മാനമായിട്ട് കിട്ടിയിരിക്കണേ.
ആഹാ ഉം. ടൂറൊക്കെ തുടങ്ങാൻ പോകട്ടോ. ആ. ഓണം വെക്കേഷൻ കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ടൂറാണ്. അപ്പം അങ്ങനെ നമുക്ക് നോക്കി ഇങ്ങനെ ഇരിക്കാം. ഇതെവിടെ ഒരു മറ്റേ പെരും വില കേട്ടതിന്. ഇതല്ല, ഇതിന്റെ പൗച്ചല്ല, ഇത് ചാർജിങ് കേസ് ആണ്. ലൈറ്റ് ഉണ്ട്, അതാണ് ചാർജിങ് കേസ് ആണ് ഇതിന്റെ. പോയിന്റ് പ്ലസ് 6 അല്ലേ? 6 അല്ലേ പ്ലസ്സില്? ക്യാമറ 6-ലല്ലേ? ഇതെന്തിനാണ്? അപ്പം ഇതെന്താ വെച്ചാല് ഈ ഒരു കണ്ണാടി മറിക്ക്, ഇവിടെ 2 സൈഡിലും ക്യാമറ ഉണ്ട്. ഓക്കെ, ഇവിടെ ക്യാമറ, ഇവിടെയും ക്യാമറ ഉണ്ട്, ഇവിടെയും ക്യാമറ ഉണ്ട്. 2 എൻഡിലും ക്യാമറ ഉണ്ട്. ഇവിടെയൊക്കെ സ്പീക്കേഴ്സും ഉണ്ട്. എവിടെ സ്പീക്കർ? ഇവിടെ ഈ ലെഗുമേ. ആ, ലെഗുമ്മ സ്പീക്കേഴ്സ് ഉണ്ട്. ബ്ലൂടൂത്ത് അഞ്ചാക്കിട്ട് ഫോൺ വിളിച്ചാണെങ്കിൽ ബ്ലൂടൂത്തോ? ഇങ്ങോട്ട് വാ, കണക്ട് ആക്കിയാണ്ട് കോൾ ചെയ്യുമ്പോ അവിടെ കറക്റ്റ് കേട്ടോ. ഈ ചുങ്ങോട്ട് വാ, ഇവിടെ ഫേസ് എടുക്കോണ്ട്. അപ്പം അഫിയ ആ ഓപ്ഷൻ ഓണാക്ക്. അതിൽ ഇതിലൊരു 2-3 ഓപ്ഷൻ ഉണ്ട്. അത് ഓണാക്കിയാൽ നമ്മളെന്ത് ചെയ്യും? നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കാണൂല. എന്താ അവിടെ തൂങ്ങിക്കള? അപ്പൊ നമ്മൾ ഓഡിയൻസിന് കാണാൻ പറ്റൂല. ഇത് ഓപ്ഷൻ ഓണാട്ടോ. ബാക്ക് നോക്കട്ടെ. ആണിത് അങ്ങനത്തെ ക്യാമറ, പണ്ട് മോഹൻലാൽ ഉപയോഗിച്ച ക്യാമറ. ഡ്രസ് കാണൂല ഇതില്. നോക്കട്ടെ നോക്കട്ടാ. ഇതെന്താ പൊത്തി പിടിച്ചിക്കണേ? ഇതാണ് ഈ കണ്ണാടിയാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഒരാൾ ഇട്ട് കയറി ആളെ പിടിച്ചു. ആ, ഇതങ്ങനെ എല്ലായിടത്തും ഇട്ട് കയറാൻ പറ്റൂല. ഇതിന്മേ ക്യാമറ ഉണ്ട്, ശ്രദ്ധിക്കണം. അഫി ഇതെടുത്ത് കാണിച്ചു കൊടുത്താ. ഇതാണ് മെറ്റാ ഗ്ലാസ് ഇട്ടോ. ഇട്ടോ അഫി കണക്ട് ചെയ്തോ? തുണി കഴിഞ്ഞു, ഒന്ന് എടുക്കട്ടെ. എന്ത് തുണി കഴിയണതോ? അതൊക്കെ ഓഫ് ആക്കിട്ടോ. എല്ലാവർക്കും ആക്സസ് ഇല്ല കേട്ടോ. ഫസ്റ്റ് കണ്ണുമ്പോൾ ഇട്ടിട്ടേ തുണി കഴിഞ്ഞ മോഡ് ഇടാം. ഈ ലെഗുമലാണോ സൗണ്ട് ബോക്സ്? ഒരു പാട്ട് ഇപ്പൊ പ്ലേ ചെയ്യൂട്ടപ്പാ. അപ്പൊ ഇപ്പച്ചി ഫസ്റ്റ് അങ്ങനെ പവർ ഉള്ളതല്ല, സാധാ കൂളിംഗ് ഗ്ലാസ്. ക്യാമറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഇൻബിൽറ്റ് ക്യാമറ ഉണ്ട്. ഇപ്പൊ നമുക്ക് വ്ളോഗ് എടുക്കണമെങ്കിൽ ഇതിമ്മ കൂടെ എടുക്കാം, അത്രേ ഉള്ളൂ. നമുക്ക് വ്ളോഗ് എടുത്ത് പോകണമെങ്കിൽ നമുക്ക് ക്യാമറ ഇതൊന്നും ഒരു നമുക്ക് പേഴ്സണലി ചെയ്യണ കാര്യങ്ങൾക്കൊന്നും ഇത് വേണ്ട. സൗണ്ട് വന്നു. ഒരു പാട്ടിട്ട് കൊടുത്ത അപ്പച്ചിക്ക്. വരുന്നുണ്ട്. എനിക്ക് കേൾപ്പിച്ചരാം. എനിക്ക് മാത്രമേ കേൾക്കുള്ളൂ. എനിക്ക് കേൾക്കട്ടോ? എനിക്ക് എങ്ങനെ കേൾക്കാം? പാട്ട് കേൾക്കണ്ടോ? പൊളിയാണോ? എന്റെ അമ്മ പൊളി സൗണ്ട് പാട്ട് ഇട്ടെടുക്ക്. ഇല്ല കേക്കണ. ഇതേനെ ഇതിന്റെ സെൻസറിന് അറ്റ്ലീസ്റ്റ് അറിയണം ഇത് ഇട്ടുകണ്. കനം തൂങ്ങണം. ഇത് കനം തൂങ്ങണില്ലേ? സൗണ്ട് കിട്ടി. ഇനി പിന്നെ സൗണ്ട് കൂട്ടിയോ? ലെൻസ് ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തു. അതായത് ഇപ്പച്ചി ഇപ്പൊ അവിടെ ഇരിക്കാണ്. ഇനി ഞങ്ങളെ ഫോട്ടോ ഇപ്പച്ചിക്ക് ആ ക്യാമറയിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കാം. നിങ്ങൾ ഇവിടെ ഞെക്കി ഇത്രയും നേരം എന്താ പറഞ്ഞത്? ഇപ്പഴല്ല കണ്ണടിയിടി. ഇപ്പച്ചി മറ്റേ ക്ലാസ് ഒക്കെ വെച്ചാണ്ടേ ഫോട്ടോ എടുക്കിപ്പാ. ആ ഫോണിൽ എടുക്കാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ആഹാ, ഇനി എവിടെ ഫോട്ടോ? അവിടെ ഫോട്ടോ എന്തെങ്കിലും. അപ്പം ഇനി ഇത് കാണിച്ചു കൊടുത്തിച്ചോ. ഇപ്പച്ചി എടുത്ത ഫോട്ടോ ഇപ്പൊ കാണാട്ടോ. സീൻ സാധന യുഗാണ് വരുന്നുള്ളൂ. പേടിക്കണം എന്നറിയാം. വെള്ളം പോലെ പേടിക്കണം. എന്താ ഫോട്ടോ ഇപ്പച്ചിനോട് മുന്നിൽ ഒരാള് സംസാരിക്കാൻ വരികയാണ്. അയാൾ ഇപ്പൊ ഈ കണ്ണട ഇട്ട് വന്നിട്ട് ഇപ്പച്ചിനോട് സംസാരിച്ചാൽ അയാൾക്ക് ഇതേ ക്ലാരിറ്റിയിൽ HD ദൃശ്യം മികവില്ല. ഏകദേശം എത്ര ക്ലിയർ ഉണ്ടാവും? നല്ല ക്ലിയർ. ഒരു ഐഫോണിന്റെ ക്ലിയർ ഉണ്ട് ഇതിന്.
സത്യം. ആ സൂപ്പർ ക്ലിയറിൽ ഇതിലെടുത്ത വേറെ വീഡിയോ ഉണ്ട്. അഫീഫ് സ്കൂളിൽ പോയ വീഡിയോ അല്ലേ? സ്കൂൾ പോയല്ലോ ആരുടെ ലേണിംഗിന് വരും. ആ ലേണിങ്ങിനായ വീഡിയോ ഇതൊക്കെ വെച്ച് ഇജൊരു റൗണ്ട് പോയില്ലേ? പിന്നെ ഇത് മറ്റേ ക്ലാസ് ആട്ടോ. ഒന്നായിട്ട് വരുന്നുണ്ട്. ഓ ഇതില് വ്ളോഗ് എടുത്ത സീനാവട്ടോ. അപ്പൊ നമുക്ക് ഒരു വ്ളോഗ് ഇതിലാക്കിയാലോ? വോയിസ് പിക്കോ? ആ ഓലെ നമ്മൾ ഇപ്പൊ ട്രീറ്റ് ചെയ്യും. നമ്മൾ പോവും മേലേക്ക് ഇരുത്തി വോയിസ് സുഖമായിട്ട് കാറ്റിന്റെ സൗണ്ട് കുറച്ച് കേൾക്കുള്ളൂ. പറയുമ്പോ പറയുന്ന സൗണ്ട് ആയിരിക്കാം കാര്യം. അപ്പൊ ഇതാണ് മറ്റേ ക്ലാസ്. അത് പരിചയപ്പെടുത്തി എടുത്തോ? ആ കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഇത് കുടിച്ചോ? അല്ല ഛേ ഇതിന്റെ ഉപയോഗം കഴിഞ്ഞോ? ഇന്ന് ഡോക്ടറെ അടുത്ത് ഇതിട്ട് പോയിക്കളെ. എന്നിട്ട് ഫുള്ള് റെക്കോർഡ് ചെയ്ത് പോരി. ഡോക്ടർ പറയുന്നത് കേട്ടപ്പോ കാട്ടുപോരല്ലേ? ഇപ്പച്ചി ഇങ്ങനെ ചെല്ലു. സോറി കണ്ണാശുപത്രി ഇവിടെ അല്ല ഡേട്ടാ, ഇത് സാധാരണ പേസിന്റെ പോലാണ്. ഏറ്റില്ല ഹൈബോ. മറ്റേ ക്ലാസ് ഇട്ടിരിക്ക. മറ്റേ ക്ലാസ് ഏത്? മെറ്റാ ക്ലാസ് അല്ല മറ്റേ ക്ലാസ്. ആ ഇത് ആളെ പേര് പറയരുത് പറഞ്ഞാണ്. പേര് പറയപ്പെടാൻ മനസ്സിലായി. സാധാ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് അമർത്തുള്ളൂ. അല്ലേ ഇതില് ചാർജിങ് ഒക്കെ ഇതിൽ തന്നെ പറ്റിയേ. ചാർജ് ആവുന്നുണ്ട്. റൈബാൻ ആയിട്ടുള്ള റൈബാൻ്റെ ആണ്. റൈബാൻ നല്ല കമ്പനിയാണ്. റൈബാൻ നല്ല ബ്രാൻഡാണ്. ഇവന്റെ ആ മോഡ് ഇട്ട് ഓൺ ആക്കിയിട്ട് വ്ളോഗിൽ വെക്ക്. ടൗസർ ഇടാതെ നീച്ചക്ക്. നേരത്തെ ഇരുന്നിട്ട് ഫുള്ളായിട്ട് കിട്ടിയില്ല. എന്തേ അപ്പം ഇപ്പച്ചിന്റെ എന്റെ എൻട്രി തന്നെ എങ്ങനെയാട്ടോ ഇടത് കാണിച്ചു കൊടുക്ക്. അപ്പം ഇപ്പച്ചിക്ക് ഒരു സമ്മാനം വന്നിട്ടുണ്ടാ. എത്ര കാണിച്ചു കൊടുക്ക പറഞ്ഞു. സമ്മാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗ്ലാസ് ഞാൻ രാവിലെ 4 മണിക്ക് തന്നെ ഗ്രീൻ ടീ കുടിക്കണതാണ്. അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെയുള്ള വെള്ളം കുടി, ചായ കുടി, ബാക്കിയുള്ളതൊക്കെ എല്ലാം ഉപയോഗിക്കണതാണ്. പക്ഷെ ഇത് അയച്ചാക്ക് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ഉണ്ട്. പിന്നെ ആദ്യം അല്ലെങ്കിൽ ആദ്യം ഇപ്പച്ചൊരു ഗ്രീൻ ടീ കുടിക്കും, പിന്നെ പൊറാട്ടയും ബീഫൊക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ചായ ഡെയിലി ചായ വാലിത്തെ കസ്റ്റമേഴ്സ് ആണ്. രാത്രിക്കത്തെ ഗുളിക കഴിഞ്ഞ പിന്നെ അനുവന്റെ പറഞ്ഞേ രാത്രി സാലഡ് മാത്രം പറഞ്ഞത്. അത് ചോദിച്ചതാ ഫുഡിന് ശേഷമോ അതോ മുന്നോ കഴിച്ച ടീമൊക്കെ. ഹൽവാര് മുതലാണ് അത് നമ്മൾ വിടില്ല. അത് വിടാൻ കഴിയും. ഒരു ഭാഗത്ത് മധുരമുള്ളൂ. അതാണ് പിന്നെ അങ്ങനെയാണ് കുറഞ്ഞ അളവില്. ഏതായാലും പിന്നെ ഇയാളെന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്റെ മുന്നില് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് എടുക്ക് കേട്ടോ. നട്സും നട്സ് ഉണ്ട്, ജിലേബി ഉണ്ട്, ഹലുവ ഉണ്ട്, ലഡു ഉണ്ട്, ബൗണ്ടി. ആഹാ അതിങ്ങനെ പൊളിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കൊടുക്കണ ചാൻസില്ലേ? ആ ഞങ്ങൾക്ക് ഇവിടുന്ന് കൊടുത്തിട്ടില്ലേ കൊറേ. ആ വീഡിയോ കണ്ടിട്ട് കൊടുത്തതാകും. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഇരിക്കണ ആ ഫോട്ടോ ആണ്. ഞാൻ അത്രയൊന്നും ചൊറുക്കില്ല, എന്നാലും എന്നെ ചൊറുക്ക് കൂട്ടി വിട്ടിങ്ങനെ മാക്സിമം കണ്ടിങ്ങനെ ആസ്വദിക്കുക. അത്രയും ഒരു ഗ്ലാസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടി. ഇതിന്റെ പേരെന്തേനടാ? ഗ്ലാസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അതിന്റെ അഡ്രസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ അഡ്രസ് കേട്ടോ. ഈ അഡ്രസ്സിലാണ് ബാസിൽ പറഞ്ഞ അഡ്രസ്സാണ്. എല്ലാവരും അതിന് വാങ്ങട്ടോ. ഇപ്പച്ചൊക്കെ ഇപ്പൊ എങ്ങനെയാണോ ചായവാലിന്റെ ടേബിളിൽ പോയി ഇങ്ങനെ ഇരുന്നാ മതി പറഞ്ഞേ. അതായത് ഓല് ഓട്ടോമാറ്റിക് സാധനം ഓർഡർ ചെയ്യണ്ട. അപ്പം അതേപോലെ തന്നെ ഉമ്മച്ചിന്റെ ഉണ്ട് കേട്ടോ. ഇന്ന് തുണി നേരെ നിൽക്കണമെന്നല്ലോ കേട്ടോ, ഫുൾ അഴിഞ്ഞു പോവാണ്. അതേതാ ബ്രാൻഡൊക്കെ? ഏതാ ബ്രാൻഡൊക്കെ? അടിപൊളി നല്ല സ്മെല്ലുണ്ട്. എടാ എനിക്ക് സ്പ്രേനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. എന്നോടാണ് ബ്രാൻഡ് പറയണ്ട. ഏതാ ബ്രാൻഡ്? ഇത് ലൂയിസ് ഫിലിപ്പോന്നല്ലോ. ലൂയിസ് വ്യൂസ്റ്റൺ ആടാ രാസനാദിപ്പൊടി ഓംബ്രെ നോമഡേ. ഇത് പക്ഷെ സ്മെല്ല് സീൻ സാധനം അടിപൊളി. ഞാൻ ഈ ബ്രാൻഡ് ആദ്യമായിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ബ്രാൻഡിനെ കുറിച്ച് ഇഷ്ടപ്പെട്ടോ? നല്ല സ്മെല്ലാണ്. സുമാർ എത്ര രൂപ ഉണ്ടാവും അതിന്? ഇതിന് ഞാനൊരു
അങ്ങനെ ഒന്നും നോക്കല്ല മൂത്തേ. ഇതിനൊരു 8,000 റുപ്യ നാട്ടില്. 8,000 റുപ്യ. എന്നാ ശരി, 8,000 റുപ്യ 20,000 കേറി 2 റൗണ്ട് മറ്റേ കാക്ക ഉണ്ടാക്കണോ, നമ്മളെ യൂസുഫ് ഭായി ഉണ്ടാക്കണോ? ഇന്നൊരു 30,000 റുപ്യ. വേറെ സാധന, ഇത് ഒറിജിനൽ സാധനം. പിന്നെ അടപ്പിനോട് കണ 8,000 മാഗ്നറ്റ് 10,000-20,000 റുപ്യ ഉണ്ടാവും. അതിന്റെ പൈസ ഉണ്ട്. ഇതിന്റെ അടിക്കാൻ തോന്നുന്നു. ഇതിന്റെ പൈസ ഉണ്ട് 20,000 റുപ്യന്റെ. പൈസ 20,000 റുപ്യ ഉണ്ട്. അപ്പൊ ഇതിന് എത്ര റുപ്യ ഉണ്ട്? ഇത് അതിന്റെ കൂടെ വരുന്ന പേഴ്സാണ്, ഡോളേഴ്സ് വെക്കണേ. അത് ഞാൻ റിച്ചുവിന് കൊടുത്തു. 25 റുപ്യ വില ഉണ്ട്, അത് നേരെ റിച്ചുവിന് കൊടുത്തു. ഡോളറുകൾ സൂക്ഷിക്കണം. 25,000. നമ്മളങ്ങനെയല്ല പറയാ, വലിയ ആൾക്കാരല്ലേ, ആർക്കും കൊടുക്കരുത്. മഴ നനക്കും ചെയ്യരുത്, അത് പുതിരും. സ്കൂൾ കൂടെ ഫുള്ള് വൈകാരാ ഇങ്ങനെ പിടിച്ച. ഇത് ലൂയി വിറ്റനാ. എങ്ങനെ അങ്ങനെയല്ല ഇടുക? എടാ നമുക്കൊന്നും അറിയില്ല മൊത്തം. അങ്ങനെയാണ് എന്റെ വെക്കലില്ലേ. ഇതേപോലെ കൊണ്ട് സേഫ് ആയിട്ട് എടുത്തച്ചാ. ആരെങ്കിലും ഇങ്ങനെ തുറന്നാണ്ടല്ലോ, ടീം പ്ലിക്കറാണ്ടേ അത് ചാടി പൊട്ടും. ഈ ലൂയി വിറ്റന്റെ ഇതിനെത്ര റുപ്യ പേഴ്സിന്? 20,000. ചന്തിക്കൊന്ന് പൊട്ടി. ടീച്ചറിന് മുന്നിൽ കണക്ക് തെറ്റിക്കൂടാ. ഈടാ കൊച്ചു എന്റെ ഗിഫ്റ്റ് അതന്നെ. 25,000 റുപ്യന്റെ പേഴ്സ്. എന്താ ഞാൻ മറ്റേ മരുത്തോമല കൊണ്ടുവന്നു. പേര് പോയില്ലേ, റിച്ചു റിച്ച് സ്റ്റാർ ആയി നടക്കാൻ സ്കൂൾ കൂടെ. റിച്ചു ബോഡി, റിച്ച് ബോഡി. റിച്ചു ബോഡി. അപ്പൊ ചെല്ലേ പോയത്? ഡോക്ടർ പോയി. ഇപ്പച്ചി എങ്ങട്ടാ പോയത്? ഡോക്ടർ പോയോ? ലേറ്റ് ആയോ? എനിക്ക് ചെറിയ ഇതൊക്കെ ഉണ്ട്, സ്റ്റെതസ്കോപ്പ് വെച്ചിട്ടുള്ള മതിയോ? അല്ല, അത് കഴിഞ്ഞു, അതിന്റെ സമയം കഴിഞ്ഞു. അത് ഗ്യാപ്പിയോ? 2ാം ഘട്ടാണ്. ആയിട്ട് കണ്ടിക്കണോ? ചെസ്റ്റത്തെ സലീംകുമാറിനെ കാണിച്ചു. ഇവിടെ സീൻ ഇപ്പൊ കാണിച്ചു. ചെസ്റ്റത്തെ ദിലീപാട്ടോ, അവിടെ അതേപോലെ ഇരിക്കട്ടോ. കണ്ണടൂര് ഇത് വല്ലാത്തല്ലേ, ഇത് ചെറിയൊരു വളവുണ്ട്. തൊടരുത്. ചെസ്റ്റത്തെ സലീംകുമാർ വരിക കേട്ടോ. ബാ ഇടല്ലേ, അപ്പളേ അല്ലേ കോപ്പറേറ്റ് ഇട്ടു. സൗണ്ട് ഇടല്ലോ കേട്ടോ. ചായ വേണോ അതോ കാപ്പി വേണോ? കറക്റ്റ്. സാറിന് കുടിക്കാൻ ജായോ അതോ ജാത്തിയോ? അതിന് വേറെ ഉണ്ടായിരുന്നല്ലോ. ഇങ്ങണ്ടിരിക്കും. ആ എന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല, അതേപോലെ ഇരിക്കാ. കൊറേ ഉണ്ട്. അതിന്റെ ഡയലോഗ് ഒന്ന് പഠിച്ചോട്ടോ നമുക്ക് ഇന്ന് കേട്ടോ. സോറി എനിക്ക് അന്ധനാന്ന് അറിയില്ലായിരുന്നു. ബ്ലൈൻഡ് ആണെന്ന് അറിയാതെ ബ്ലൈൻഡ് ആണെന്ന് അറിയാതെ ഞാൻ കാർ ഓടിച്ചു പോയി. അങ്ങനെ എന്നാ പറയാൻ ഫുള്ളായിട്ട് പറയില്ല, പറഞ്ഞ അങ്ങനെയല്ലാന്നും പറയാം. സോറി, റിയലി സോറി. ബ്ലൈൻഡ് ആണെന്ന് അറിയാതെ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിലോ? എന്റെ പപ്പ പോലീസാ. ഹലോ, ഓക്കെ സെറ്റ്. തലവേദന ഉണ്ട്, ഗുളിക്കൊണ്ടിരാ. ഒരാൾ വിളിച്ചിട്ട് ജലദോഷത്തിന് ഗുളിക്കൊണ്ടിരാ. ഇമ്മാക്ക് ജലദോഷം, രണ്ടും കൂടെ അസുഖത്തിന്റെ സീസണാ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ അൺബോക്സിങ് വ്ളോഗ് ഇട്ടാ. നമ്മൾ മെറ്റൻ്റെ ഗ്ലാസ് അൺബോക്സ് ചെയ്തു, അതുപോലെ തന്നെ നമുക്ക് വന്നൊരു ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തു, അതുപോലെ തന്നെ ഒരു ലോഡ് സാധനം കാണിച്ചു കൊടുക്കാം. അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പം ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് മിനിമം കിട്ടുന്ന സമ്മാനങ്ങളാട്ടോ. അത് മിനിമം എമൗണ്ട് ഓഫ് ഗിഫ്റ്റ് ദാറ്റ് വി ആർ ഗെറ്റിംഗ്, ദ ലവ് വി ആർ ഗെറ്റിംഗ്. ഒരു പരിപാടിക്ക് പോകുമ്പോൾ ചെയ്തെടുത്താൽ അപ്പോൾ ഒരു പരിപാടിക്ക് നമുക്ക് കിട്ടുന്ന സമ്മാനം. ഈ റിച്ചോ ആ ബൊക്ക എന്നെടുക്കും, ബൊക്ക അറിവുന്നൊരു ബൊക്കയും കൂടി ഉണ്ട്. കിട്ടുന്ന സമ്മാനങ്ങൾ ഞാൻ കാണിച്ചു തരട്ടാ. ഇത് ബുറാക്കോ ബുയാ, ഇതെന്താ വായിച്ചാ? ഇതെന്താ വായിക്കാ? ആരോട് ചോദിക്കണം? ഇതെന്താ വായിക്കാ? ബുയാക്ക. അപ്പം ഇത് സൊയാഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി. ആ കുട്ടീൻ്റെ ആ കുട്ടീൻ്റെ സമ്മാനമാണ് ഇത്. ഷാനുക്കാക്ക് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ.
ഷാനുവിൻ്റെ ഗിഫ്റ്റും ഷാനു എന്ത് ചെയ്തു ഈ എല്ലാവരും ഗിഫ്റ്റും എല്ലാവരും ഇവിടെ തന്ന് പോവാണ്. ഇവിടെ ഇനി ഗിഫ്റ്റ് ഒക്കെ സ്ഥലമില്ല കേട്ടോ. ഷിഫ ഇസ്ഹാക്ക് തന്നാണ് കേട്ടോ ഇത്. വെരി ഗുഡ്. ഓ ഇത് പേരെന്താ പേര് ഓലെ ഒപ്പുണ്ട്, പക്ഷെ എനിക്ക് പേര് വായിക്കാൻ കിട്ടില്ല കേട്ടോ. ഇതൊരു കുട്ടി തന്നാണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആണ് കേട്ടത്. ഇത് അരുൺ തന്നാ കേട്ടോ. അരുണു തന്നാണ്. ഇത് ജിസ്നാലിനു തന്നാണ് കേട്ടോ. ജിസ്നാലിനു. ഇത് വേറൊരു കുട്ടി തന്നാണ് കേട്ടോ. നമ്മളെ ഇപ്പൻ്റെ ഒപ്പം ഉള്ള ഫോട്ടോ. ഇപ്പം നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ അഞ്ഞു ഫോട്ടോ, RCB കപ്പടിച്ചപ്പോൾ ഫോട്ടോ, പിന്നെ ഫാമിലി ഫോട്ടോസ്, പിന്നെ ഞാൻ കേട്ടോ. ഇത് നമ്മളെ ഫുൾ ഫാമിലി ഫോട്ടോ കേട്ടോ. ജയ് ഇപ്പം അതൊക്കെ ഒന്ന് ഇങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ കിട്ടോ ഇവിടെ ഇങ്ങനെ കിട്ടോ. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കണ അറിയോ? പേപ്പറല്ല, ഇത് മുളല്ലേ, മുളരി മുളൻ്റെ ഇത് ചെത്തിയിട്ട് ഇവലെന്ത് ചെയ്യും, ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി രാവിലെ നാടുകാണി പോകും. നാടുകാണി പോയി മുളൻ്റെ ആര് ചെത്തിയിട്ട് അതിൻ്റെ ഇല ഇങ്ങനെ ചുറ്റി 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 ഓരോ ദിവസം കിട്ടുന്ന മുളൻ്റെ ഇല ചുറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ മുളൻ്റെ അത് ചുറ്റിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഗ്രാഫായിട്ട് ഇതിൻ്റെ പോലെയാണ് വരച്ചു വിടുന്നത്. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. എന്താണ് മൊളോഗ്രഫി? എന്താണ് മൊളോഗ്രാഫ്? അപ്പോൾ ഇത് സദ് ഹാദിന ഒക്കെ പെൺകുട്ടികളാണല്ലോ. അതായത് പൊട്ടിക്കണേ ഒക്കെ പെൺകുട്ടികളാണല്ലോ. അതപ്പോൾ ചെല്ലു നോക്കിയല്ലേ, കൈവൊന്നല്ല നോക്കിയേ, പെൺകുട്ടികളെ പേരൊക്കെ ഒക്കെ പെൺകുട്ടികളാണല്ലോ തന്നിക്കണം. ചായയോ അതോ ഗ്യാപ്പിയോ? അപ്പോൾ ഇത് ഞാൻ കണ്ടതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആർട്ട് വർക്ക്സ് എവർ. ഇതിൽ ചിറാപ്പുഞ്ചി വീഡിയോസിൽ ഇത് പാത്തുവിൻ്റെ വീഡിയോ ആണോ അങ്ങനെ, ഇത് സൽമാൻ്റെ നിഹാലിൻ്റെ വീഡിയോ ആണോ അങ്ങനെ, ഇത് വേറെ ആരോ വീഡിയോ, ഇത് കുട്ടികളെ വീഡിയോ, ഇത് നിഹാൽക്ക, ഇത് ഞാനിട്ടാ. ഞങ്ങൾ രണ്ടുപേരാണ് ചിറാപ്പുഞ്ചി പാടിയത്. സോ ചിറാപ്പുഞ്ചി ഇപ്പോൾ ഗ്ലോബൽ 9 ലിസ്റ്റിൽ വന്നിട്ടാ, ലോകത്തിലെ ലിസ്റ്റിലാണ് വന്നത്. അപ്പം ചിറാപ്പുഞ്ചി ഈസ് സിംപ്ലി ഇൻ്റർനാഷണൽ സോങ് ആയി. അപ്പോൾ അതിൻ്റെ പിന്നാലെ നിന്ന് എല്ലാവരോടും ഉണ്ട് ബിഗ് താങ്ക്സ്. അപ്പം ഇത് ടോപ്പ് 2 കേരള അല്ലേ? ടോപ്പ് 2 ടോപ്പ് ഫസ്റ്റിലാണ് കേരളയിൽ. ടോപ്പ് ഫസ്റ്റും ടോപ്പ് 2 ഗ്ലോബൽ 9. പുഷ്പ ഗ്ലോബലാടാ. അപ്പോൾ ഇത് IBS അക്കാഡമിയിൽ നമ്മൾ പരിപാടിക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് കുട്ടികൾ തന്നാട്ടോ. IBS കൊയിലാണ്ടി ബ്രാഞ്ചിൻ്റെ വക നമുക്ക് തന്നാണ് കാട്ടാളൻ്റെ പോസ്റ്റർ കേട്ടോ. അത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു അതായത് സിനിമ പോസ്റ്റർ ഇത്രയും സെറ്റപ്പിൽ അടിച്ചു തരുന്ന ഫസ്റ്റ് ടൈം കേട്ടോ. ബൊഹേമിയൻസ് ഉള്ളോ നമ്പറല്ലേ. അപ്പം ഇതാണ് ഓലെ ചിത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു സമ്മാനങ്ങളുണ്ട്. പിന്നെ ഇതാ ആർട്ടിസ്റ്റ് ജുനൈദ് വരച്ചിരുന്നതാണ്. ഇത് നമ്മളെ കണ്ണൂർ പരിപാടിക്ക് നമുക്ക് തന്നാണ് കേട്ടോ. ആർട്ടിസ്റ്റ് ജുനൈദ് വരച്ച ചിത്രമാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മളൊരു ഫാമിലി ഫോട്ടോ. ഇത് നമ്മൾ പിന്നെ കാണിച്ചിട്ടോ. ഇതിൻ്റെ പുറമെ മറിഞ്ഞ വെച്ചോ, ഇതിൻ്റെ പുറമെ ഈ ബൊക്ക ഒരു കുട്ടി സമ്മാനമായിട്ട് തന്നാട്ടോ. എന്ത് ബോൺ ഹിയോ, ഇതെന്താ വായിച്ചാ? ആ കേട്ടാണ് വായിച്ചല്ലേ. അപ്പോൾ ഇതിൽ ഈച്ചുവിൻ്റെ ഫോട്ടോ, ഇപ്പച്ചി മച്ചി എല്ലാവരും ഉള്ള ഫോട്ടോ, നമ്മളെ ഫോട്ടോ, ഫ്രണ്ട്സിൻ്റെ ഫോട്ടോ, സ്റ്റീലിൻ്റെ ഫോട്ടോ, അസുറുവിൻ്റെ ഫോട്ടോ, എൻ്റെ ഫോട്ടോ, ഷാനിൻ്റെ ഫോട്ടോ, അപ്പച്ചിൻ്റെ ഫോട്ടോ, അർഷിൻ്റെ ഫോട്ടോ, ബാസിലിൻ്റെ ഫോട്ടോ, എല്ലാവരുടെ ഫോട്ടോയും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഫുൾ ഒരു ഹേർട്ട് ഫെൽറ്റ് ഫോട്ടോ ഗിഫ്റ്റാണ് ഇത് തന്നിട്ടുള്ളത്. ഇത് തുറന്നിട്ടില്ലേ? ഇത് വേറൊരു കുട്ടി ഗിഫ്റ്റ് തന്നാ കേട്ടോ. പച്ചൂഫി. കലാകാരന്മാരൊക്കെ പേര് വളർത്തി പേരാട്ടോ. ഇത് വേറെ കുട്ടി തന്നാ കേട്ടോ. ഫാമിലി. ഇതിലാരൊക്കെ ഉണ്ട്? SBK, മൊട്ട, സൽമാൻ, ബാസിൽ, കുപ്പി, ഷാനു, ജസീം, സ്റ്റീല്, അജ്വദ്, KP, അച്ചു, അർഷു, മണാലി, അസറു, ജിമ്മി, നിഹാൽ, ഈച്ചു, ഇക്കു, മിക്കി, ഞാനിട്ടാ. അപ്പം നമ്മളെ ഫുൾ ടീം. ആളൂരാണ് കേട്ടോ ഇത് തന്നെ. അങ്ങനത്തെ ഒരാളോ? മറ്റേ ആളല്ലേ? ഇത് നൈറ്റ് ഔട്ട് ഗ്യാങ്. ഫർസാന്, റിനാന്, സിദിന്, സൗദ്, അഫിട്ട ഓലെ ഫോട്ടോ. ഇത് സക്കരിയ അഹമ്മദ് എന്ന കുട്ടി വരച്ചാട്ടാ. ഇത് അർജുന വരച്ചെന്നാണ് നമ്മൾ IBS അക്കാഡമീൻ്റെ പരിപാടിക്ക്. ഇത് സലീം ഖാൻ്റെ ഇപ്പോൾ നമ്മളെ ഫോട്ടോ കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ്ങിൽ ഒന്നാണ്. എൻ്റെ ഫോട്ടോ എനിക്ക് എപ്പോഴും ഗിഫ്റ്റ് ആയിട്ട് കിട്ടലുണ്ട്. പക്ഷേ നമ്മളെ വ്ളോഗിൽ വന്നു പോയ ആൾക്കാരെ ഫോട്ടോ കൂടി വരച്ചിട്ടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സംതിങ് വെരി യുണീക്ക്, വെരി ഹേർട്ട് ഫെൽറ്റ്. അപ്പം എന്ത് തോന്നുന്നു എനിക്ക്? അത് ഇമ്മച്ചിൻ്റെ. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാം ഉള്ളൂ. ഇമ്മച്ചി കഴിഞ്ഞിട്ട് ആരും എനിക്കുള്ളൂ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടം ഇമ്മച്ചിനാണോ ഒപ്പിച്ചാണോ? എന്നാലും അതെല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ?
എല്ലാവരും ചെറുപ്പം തൊട്ട് അതിന് റിപ്ലൈ തരട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സമ്മാനങ്ങളും കാര്യങ്ങളും. സോ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ. അപ്പോൾ മേലെ ക്യാമ്പസല്ല. അപ്പോൾ നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സ് ആയി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 24 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവുകയാണ്. പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്. അപ്പോൾ എന്തായാലും ഗായ്സ് നമുക്ക് നാളെയും മറ്റന്നാളും ഉള്ളത് ഇനിയിപ്പോൾ പ്രോഗ്രാം മാറ്റി സ്ഥിതിക്ക് ഞാൻ ചിലപ്പോൾ ഞാടുബന്തി നാളെ വെക്കണോ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആക്കണോ. പക്ഷേ അർഷു നാട്ടിലുണ്ടാവാനും ചാൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ടൈമിനനുസരിച്ച് വ്ളോഗ്സ് നമ്മൾ പ്ലാൻ ചെയ്യണ കാരണം എന്തായാലും വ്ളോഗ് കണ്ടതിന് എല്ലാവരോടും താങ്ക്സ്. ഒരു നമ്മൾ അപ്ലോഡ് ചെയ്യാത്തൊരു ടൈമിലാണ് ഈ വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പാടിക്കോ. ദൂരാണും കൂട്ടിനില്ലാതെ കാണേണ്ട കാടുകൾ കനകൾ നിലക്കാതെ ചിറാപുഞ്ചി മയത്ത് മഴയല്ല മഴ മയത്ത് മലപ്പുറത്തല്ലേ പാടണം, അങ്ങനെ തന്നെ പാട് ജീമയത്ത് നിലാവത്ത് ചിറാപുഞ്ചി മയത്ത് നിലാവഞ്ചിത്ത് ചിറാപുഞ്ചി മയത്ത് നിലാവഞ്ചി തൊഞ്ഞത്ത്. ഏതാ രീതി? Oh guys, thank you so much for watching the vlog. I love you all. Bye bye.